ആദ്യം തന്നെ നമുക്ക് WWE റോയുടെ റേറ്റിംഗ് നിന്ന് നടക്കാം. എന്തായാലും WWE റോയുടെ റേറ്റിംഗ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. 1.74 മില്യണിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ചെറുതല്ല, കഴിഞ്ഞ പ്രാവശ്യത്തിൽ എന്ന് പറയുന്നത് 1.9 മില്യനായിരുന്നു. അതിന് കുറച്ചധികം കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും നല്ലൊരു വ്യൂവർഷിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റോമൻ റെയിൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറി ലൈൻസ് റോയിലും ഉണ്ടായിരിക്കും ചെറുതായിട്ടൊക്കെ, അതായത് കോഡ് റോഡ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. സോ അതുകൊണ്ട് തന്നെ റോയ് ഇപ്പോൾ എല്ലാവരും കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് വരെ 1.4 1.3 അത്രയൊക്കെ ഉള്ളായിരുന്നു. എന്തായാലും റോയെ സംബന്ധിച്ചിടത്തോളം, WWE സംബന്ധിച്ചിടത്തോളം, USA നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല വാർത്ത തന്നെയാണ്. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആവറേജ് റേറ്റിംഗ് തന്നെയാണ് WWE റോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മലക്കായ് ബ്ലാക്ക് അല്ലെങ്കിൽ അലസ്റ്റർ ബ്ലാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. എന്തായാലും അലസ്റ്റർ ബ്ലാക്ക് WWE വിട്ട് AEWയിലേക്ക് പോയി. AEW പോയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുമില്ല. അതായത് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന അലസ്റ്റർ ബ്ലാക്ക് AEW ഒരു മാച്ച് ചെയ്തിട്ട് ഏതാണ്ട് 600 ദിവസമായെന്നാണ്. സോ ഒരു പ്രൊഫഷണൽ റെസ്ലറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ 600 ദിവസം ഒരു മാച്ച് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം മോശമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അലസ്റ്റർ ബ്ലാക്ക് അത്യാവശ്യം നല്ലൊരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. കാരണം NXT വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. WWE വന്നപ്പോഴത്തേക്കും പെർഫോമൻസ്, അത് NXTയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് കുറച്ച് കുറഞ്ഞെങ്കിലും അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പ്രത്യേകിച്ചുള്ള സ്റ്റോറി ലൈൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് AEWയിലേക്ക് പോകേണ്ടി വന്നു. സോ AEWയിലേക്ക് പോകേണ്ടി വന്നിട്ട് അവിടെയും അദ്ദേഹം 600 ദിവസം മാച്ച് ചെയ്തില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം AEW തുടരുന്നതെന്ന് എനിക്കറിയില്ല. സോ WWE അവസരം കിട്ടാതെയാണ് അദ്ദേഹം AEWയിലേക്ക് പോയത്. സോ AEW 600 ദിവസം ഒരു മാച്ച് ചെയ്തില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം അവിടെ തുടർന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്കറിയില്ല. എന്തായാലും കോൺട്രാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം WWEയിലേക്ക് വരുമ്പോൾ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്തായാലും അതായിരിക്കും നല്ലത്. NXTയിലാണെങ്കിൽ അത് മതി. അദ്ദേഹം NXTയിൽ ഒരു വേറെ ലെവൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ സോ അത്രേ ഉള്ളൂ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോളോസിക്കോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഒരു സമയത്ത് WWEയുടെ ഫ്യൂച്ചർ എന്ന് എല്ലാവരും പറഞ്ഞൊരു സൂപ്പർ സ്റ്റാറാണ് സോളോസിക്കോ. ഒരു സമയത്തല്ല, ഒരു 2 മാസം മുമ്പ് വരെ ജോൺസിനെയുമായിട്ട് അദ്ദേഹം വിജയിച്ചു. അപ്പോഴത്തേക്ക് എല്ലാവരും അദ്ദേഹത്തെ പിടിച്ച് ടോപ്പിൽ കയറ്റി. അദ്ദേഹം WWEയുടെ എന്തെങ്കിലും ലാൻഡ്സ്കേപ്പ് തന്നെ മറിക്കും, സമോവൻ ഫാമിലിയിലെ അടുത്ത ബിഗ് സൂപ്പർ സ്റ്റാർ എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ബട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശം രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ജോൺസിനെയുമായിട്ട് ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം 23 മത്സരങ്ങൾ കളിച്ചിരുന്നു. ആ 23 മത്സരങ്ങളിൽ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. സോ അതൊരു വല്ലാത്ത പരാജയമായി പോയി. എന്തായാലും ഇങ്ങനെ പരാജയപ്പെടാനാണെങ്കിൽ അദ്ദേഹം എന്തിനാണ് ജോൺസിനെ തോൽപ്പിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒന്നെങ്കിൽ WWE ഇപ്പം തൊട്ട് സോളോസിക്കോയ്ക്ക് എന്തെങ്കിലും പുഷ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ജോൺസിനെയുമായിട്ട് ആ പരാജയപ്പെടുത്തിയത് വളരെയധികം മോശമായി പോകും. അതൊരു ബാഡ് ഡിസിഷനായിട്ട് മാറും. കാരണം ജോൺസിന് ആ മാച്ച് പരാജയപ്പെടുന്നതിന് ശേഷം അദ്ദേഹത്തിന് വളരെയധികം, അതായത് കുറേ ഫാൻസ് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു. അതായത് തുടർച്ചയായിട്ട് ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോളോസിക്കോയുമായിട്ടും പരാജയപ്പെട്ടു, വലിയ രീതിയിൽ തന്നെ കുറ്റം പറഞ്ഞു. പക്ഷേ അവിടെ സോളോസിക്കോയ്ക്ക് കുറച്ച് ഹൈപ്പ് ഇട്ടിരുന്നു. പക്ഷേ ആ ഒരു ഹൈപ്പ് WWE ഉപയോഗിച്ചില്ല എന്ന് തന്നെ പറയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റാണ്. അതായത് ഫീൽഡ് WWEയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും റിയൽ ലൈഫിലല്ല, ഗെയിമിലാണ്. അത് 2K24 ഗെയിമിലാണ് അദ്ദേഹം തിരിച്ചു വരാൻ പോകുന്നത്. അതിപ്പോൾ WWE തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. WWE 2K23 ഗെയിമിൽ അദ്ദേഹം വലിയ രീതിയിൽ പാർട്ടായിരുന്നില്ല. 1-2 ഗെയിംസിൽ മാത്രമേ അദ്ദേഹം ഉള്ളായിരുന്നു. ബട്ട് ഇപ്പോൾ 2K24 അദ്ദേഹം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രൻസ് ഒക്കെ WWE കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. സോ റിയൽ ലൈഫിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടർ കാണാൻ സാധിക്കില്ല. പക്ഷേ WWEയുടെ 2K24 എന്ന മനോഹരമായ ഗെയിമിലൂടെ നമുക്ക് ഒരു ക്യാരക്ടർ കളിച്ച് എൻജോയ് ചെയ്യാൻ സാധിക്കും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാറ്റ് ക്യാമിനെ WWE റിലീസ് ചെയ്തിരിക്കുകയായിരിക്കും. ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണും ആരാണ് മാറ്റ് ക്യാമെന്ന്. എന്നാലും അദ്ദേഹം WWE ബംബ് എന്ന് പറയുന്ന ഷോയുടെ അവതാരകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോ ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ആങ്കർ തന്നെയായിരുന്നു. അതായത് നല്ലൊരു ആങ്കർ തന്നെയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. WWE അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നത് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. അല്ലാതെ എന്തുകൊണ്ടാണ് റിലീസ് ചെയ്തതെന്നൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഇതിൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്താണ് റിലീസിന് കാരണമെന്ന് ഇതുവരെ അറിയാൻ സാധിക്കും. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. മാറ്റ് ക്യാമിനെ റിലീസ് ചെയ്യണമായിരുന്നു വേണ്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജെയ്ഡ് കാർഗിലുമായിട്ട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുക ജെയ്ഡ് കാർഗിൽ എലിമിനേഷൻ ചേമ്പറിൽ ഉണ്ടാകില്ല എന്നാണ്. അതായത് വുമൺസ് എലിമിനേഷൻ ചേമ്പർ മാച്ചിൽ ജെയ്ഡ് കാർഗിൽ ഉണ്ടാകില്ല. അതിന് കാരണമെന്ന് അറിയാൻ സാധിക്കുന്നത്, അതായത് നമുക്കറിയാം ഈ ഒരു വുമൺസ് എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്യാൻ പോകുന്നത് ബെക്കി ലിഞ്ചാണ്. ബെക്കി ലിഞ്ച് വിൻ ചെയ്ത് റിയ റിപ്ലൈ നേരിടുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ജെയ്ഡ് കാർഗിൽ ഈ ഒരു മാച്ചിൽ നിന്ന് മാറ്റുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു എലിമിനേഷൻ ചേമ്പർ മാച്ചിൽ ജെയ്ഡ് കാർഗിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് പിന്നാകേണ്ടതായിട്ട് വരും. അതായത് ബെക്കി ലിഞ്ചാണെങ്കിൽ ആ ഒരു മാച്ച് വിജയിക്കുന്നെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ജെയ്ഡ് കാർഗിൽ ഈ ഒരു എലിമിനേഷൻ ചേമ്പറിൽ മാറ്റുന്നത്. അത് അവരെ ഡയറക്റ്റ് റെസ്ൽമേനിയ കൊണ്ടുവരാനാണ് WWEയുടെ പ്ലാൻ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ WWEയുടെ ഭാഗത്തു നിന്ന് ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ജെയ്ഡ് കാർഗിലിനെ ഡയറക്റ്റ് റോൾ നമ്മൾ വിജയിപ്പിക്കുന്നതായിരുന്നു എന്തുകൊണ്ട് നല്ലത്. പക്ഷേ ബെയിലി വിജയിച്ച് നമുക്ക് കുറ്റമൊന്നും പറയാൻ സാധിക്കില്ല. ബെയിലി ഒരു റൈറ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പോൾ ഹേമനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. അതായത് പോൾ ഹേമൻ ഇപ്പോൾ റോമൻ റീഡ്സിൻ്റെ മാനേജറാണ്. അദ്ദേഹം കുറേയധികം സൂപ്പർ സ്റ്റാർസിൻ്റെ മാനേജറായിട്ടുണ്ട്. അത് ടോപ്പ് സൂപ്പർ സ്റ്റാർസിൻ്റെ മാനേജറായിട്ടുണ്ട്. ഇതിലിപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഭാവിയിൽ, അതായത് ഫ്യൂച്ചറിൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം
ബ്രോൺ ബ്രേക്കറിൻ്റെ മാനേജർ ആകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ എപ്പോഴാണ് അദ്ദേഹം റോമൻ റീഡ്സിനെ വിട്ട് ബ്രോൺ ബ്രേക്കറിൻ്റെ മാനേജർ ആകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ചില ന്യൂസുകളൊക്കെ ഇപ്പോൾ റൂമറായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എന്നാലും ഉടനുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഫ്യൂച്ചറിൽ ബ്രോൺ ബ്രേക്കർ നല്ല സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക്, അത് വേറെ ലെവൽ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടായിരിക്കും. നമ്മൾ ബ്രോൺ ബ്രേക്കറിൻ്റെ മാച്ച് കണ്ടാണ് ഒരുപക്ഷെ WWE അദ്ദേഹത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് ഒരു വലിയ സൂപ്പർ സ്റ്റാർ മാറാൻ എല്ലാ കഴിവുള്ളൊരു വ്യക്തിയാണ് ബ്രോൺ ബ്രേക്കർ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പല NXT താരങ്ങളെയും കൊണ്ടുവരുന്നത്. ബട്ട് അദ്ദേഹത്തെ എങ്കിലും നല്ല രീതിയിൽ ഉപയോഗിക്കണം. എന്തായാലും ട്രിപ്പിൾ എച്ച് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഫ്യൂച്ചറിൽ ബ്രോൺ ബ്രേക്കറിൻ്റെ മാനേജറായിട്ട് പോൾ ഹേമൻ വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫൈനലി റോക്ക് റോമൻ റീഡ്സിനെ അക്നോളജ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു പോസ്റ്റിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവസാനം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പീപ്പിൾ ചാമ്പ് പ്ലസ് ട്രൈബൽ ചീഫ് എന്ന്. സോ അദ്ദേഹം പീപ്പിൾസ് ചാമ്പ് എന്ന് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ തന്നെയും, അതുപോലെ തന്നെ ട്രൈബൽ ചീഫ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റോമൻ റീഡ്സിനെയാണ്. സോ നേരത്തെ വരെ റോക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് താനാണ് ട്രൈബൽ ചീഫ് എന്നായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ അക്നോളജ് ചെയ്തിരിക്കുകയാണ് റോമൻ റീഡ്സ് ആണ് ട്രൈബൽ ചീഫ് എന്ന്. ഇതിൽ എത്ര വലിയ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ചർച്ചയായ ഒരു സംഭവമാണിത്. അതുകൊണ്ട് നിങ്ങളോട് പങ്കുവെച്ചെന്ന്. സംടൈംസ് ഒരു ബിഗ് തിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫിനിഷ് ദ സ്റ്റോറിയേക്കാളും ഒരു ബിഗ് തിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹമാണ് ട്രൈബൽ ചീഫ്, അദ്ദേഹമാണ് ഹെഡ് ഓഫ് ദ ടേബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് റോക്ക്. ബട്ട് അദ്ദേഹം പെട്ടെന്ന് ഇതിൻ്റെ ടേബിൾ മാറ്റുന്നു. അദ്ദേഹം പറയുന്നു റോമൻ റീഡ്സ് ആണ് ട്രൈബൽ ചീഫ്, റോമൻ റീഡ്സ് ആണ് ഹെഡ് ഓഫ് ദി ടേബിൾ എന്നൊക്കെ. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.